കൂട്ടം ഭാഗത്ത് കബറടി മുസ്ലിം ജമാഅത്ത് അവിടെ പരിശുദ്ധ റമദാനിൽ നോമ്പുതുറയുടെ സമയത്ത് പ്രിയപ്പെട്ട മാതാവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡയാലിസിസ് നടക്കുന്ന സമയം അവിടെ അഡ്മിറ്റായിരുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ളവർക്കായി അവിടുത്തെ മുത്തവല്ലിമാർ വലിയ ആവേശത്തോടെ ഹോസ്പിറ്റലിലേക്ക് തന്നുവിടാൻ ഫ്രൂട്ട്സ് ഇനങ്ങളെല്ലാം വാരിത്തരും. തുടരെ എല്ലാ ദിവസവും അവിടെ പോകുന്ന സമയത്തൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്കുള്ള തന്നുവിടും. കൂടാതെ പാത്രത്തിൽ കഞ്ഞി തന്നുവിടും. എല്ലാ പള്ളികളിലെയും പോലെ അവിടുത്തെ മുത്തവല്ലിമാരുടെയും ഇവിടുത്തെ പോലെ തന്നെ ഒരു ആവേശം കണ്ടപ്പോൾ അവരോടൊന്ന് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി എത്രയാണ് നിങ്ങൾ വാങ്ങുന്നത്, വലിയ ഒരു ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് കൂട്ടത്തോടെ ഇരുന്ന് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തസ്ബീഹൊക്കെ ചെയ്ത് ദുആ ചെയ്ത് റാഹത്തായൊരു നോമ്പുതുറയാണ്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അവരോട് ചോദിച്ചു, എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചു. 10,000 രൂപ. ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാൻ തികയില്ല, കഞ്ഞിക്ക് മാത്രമായിട്ട്. പിന്നീട് നോക്കുമ്പോൾ പലഹാരം കൊടുക്കാൻ അതിൽ 1000ഉം 500ഉം ഒക്കെ തന്ന ആൾക്കാരുണ്ട്, അതിൽ കൂടുന്ന പ്രത്യേകം ചേരുന്ന ആൾക്കാരുമുണ്ട്. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവിടത്തെ പോലെ. എല്ലാവരും പലതുള്ളി തരുവതാണ്. അഥവാ ഒരു നോമ്പുതുറയുടെ ഭീമമായ വലിയ ഒരു തുക ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു നോമ്പുതുറക്കാർ അന്നത്തെ ദിവസത്തെ ഒരു 10,000 രൂപ ഏറ്റെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ലൊരു ഭാഗം അവർ കവർ ചെയ്യും. പിന്നീട് ഒരു കണക്ക് നോക്കുമ്പോൾ അതിലങ്ങ് നിൽക്കാതെ വരുമ്പോഴാണ് ധാരാളം മുഅ്മിനീങ്ങൾ, എത്രത്തോളം ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ മുഹദ്ദിൻ ഉസ്താദും ഇവിടുത്തെ മുഅ്മിനീങ്ങളും പോയി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന നോമ്പുതുറയ്ക്ക് വേണ്ടി കൊടുക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും അതും അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് നോമ്പുതുറയുടെ. വളരെ ഭംഗിയായിട്ട് അവിടുത്തെ നോമ്പുതുറ നടക്കുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുമ്പോഴാണ് അത് റാഹത്തായി മാറുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെയും 10,000 രൂപയോളം ചിലവ് ഒരു ദിവസം വരും. എല്ലാ വീടുകളിൽ നിന്ന് കിട്ടുന്നതും ഇന്നലെ ഉൾപ്പെടെ കിട്ടിയ പൈസയിൽ നിന്നൊക്കെ ഭാഗം അതിൽ ചേരുമ്പോഴാണ് ഭംഗിയാവുന്നത്. ഒരു ദിവസം കൂടുതലായി ഒരു 10,000 രൂപ നോമ്പുതുറക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു 4 lakhന് മേലെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷത്തെ നോമ്പുതുറയുടെ കണക്ക് അതിന് മേലെ പോകും. വളരെ ഭംഗിയായിട്ട് അൽഹംദുലില്ലാഹ് ഓരോ മഹല്ലിൽ നടക്കുന്നു. അള്ളാഹു എല്ലാ പള്ളികളിലെയും പരിശുദ്ധമായ ഉന്നത ഇബാദത്താണ് ഈ നടക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ നോമ്പുതുറയിൽ പങ്കായ പ്രിയപ്പെട്ട കുടുംബാദികളെ, ഇന്നത്തെ നോമ്പുതുറയിൽ ആരൊക്കെ അവരുടെ തുകകൾ കൊണ്ട് ചേർന്നിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പഴയതും മറക്കാൻ പാടില്ല. തുടക്കം മുതൽ ഇതുവരെ നോമ്പുതുറ നൽകിയ മുഅ്മിനീങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ചുരുക്കം ദിവസമല്ലേ ഉള്ളൂ, അതിലേക്ക് കൊതിയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുണ്ട്. സമ്പത്ത് അള്ളാഹു അവർക്ക്